സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സി.വി. നിർമ്മല എഴുതിയ നോവൽ ഇലിവിഴ പൂഞ്ചിറ ആരംഭം. നുരയുന്ന ബിയർ 3 ഗ്ലാസുകളിലേക്കായി പകരുന്നതിനിടയിൽ കുഞ്ഞുമോൻ പറഞ്ഞു, എനിക്ക് പൂളവെള്ളം ഒന്നും പോരാ. കഴിക്കുമ്പോൾ ആണുങ്ങളെപ്പോലെ ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ കഴിക്കണം. ഇത് വെറും ദാഹശമനി. അവൻ അതേ പറയൂ, ജയൻ പറഞ്ഞു. പണം മുടക്കുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടണം. ബ്രാൻഡിയാകുമ്പോൾ തലയ്ക്ക് പിടിച്ചോളുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇതെന്തിനാടാ കുടിക്കുന്നേ? കുഞ്ഞുമോൻ നീരസത്തിൽ ജയനെ നോക്കി. വഴക്ക് വേണ്ട, ജിമ്മിച്ചൻ ഇടപെട്ടു. ഇവൻ ബിയറിൽ ബ്രാൻഡി കൂടി ചേർത്ത് കഴിച്ചോട്ടെ, നമുക്ക് വേണ്ട. ഞാൻ അങ്ങനെയേ കഴിക്കുന്നുള്ളൂ. കുഞ്ഞുമോൻ ബെയററെ വിളിച്ച് ഒരളവ് ബ്രാൻഡി ഓർഡർ ചെയ്തു. എടാ കുഞ്ഞുമോനെ, ഇത് എന്തിൻ്റെ ചെലവാന്നാ നീ പറഞ്ഞത്? വകുപ്പ് ഏതാ? ഭൂമി ഈട് വാങ്ങി പണം കൊടുത്ത കേസാ. പലിശ കയറി മൂടിയപ്പോൾ ബാക്കി ചില്ലറ കൂടി കൊടുത്ത് ഞാനതങ്ങ് തീർ വാങ്ങി. കുഞ്ഞുമോൻ ജേതാവിനെ പോലെ ചിരിച്ചു. ടൗണിൽ ബ്ലേഡ് കമ്പനി നടത്തുകയാണ് അവിവാഹിതനായ കുഞ്ഞുമോൻ. സ്വർണ്ണപ്പണയത്തിലും ഭൂമി പണയത്തിലും ആർക്കും പണം കടം കൊടുക്കും. കുറേ കൂടി വിശ്വസ്തർക്ക് മറ്റേതെങ്കിലും ഈടിന്മേലും കൊടുക്കാറുണ്ട്. വാഹനം, ഫർണിച്ചർ, ഷെയർ മുതലായവയിൽ. വിശ്വസ്തതയുടെ ഈടിൽ മാത്രം ഇന്നേ വരെ കുഞ്ഞുമോൻ ആർക്കും പണം കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. ഈടില്ലാതെ ഞാനൊരു നയ പൈസ ആർക്കും കൊടുക്കില്ലട മോനെ. സുഹൃത്തുക്കളായ ജയനോടും ജിമ്മിച്ചനോടും കുഞ്ഞുമോൻ പറയാറുണ്ട്, അങ്ങനെ ആരെങ്കിലും കാശ് ചോദിച്ചു വന്നാൽ ഉപേക്ഷിക്കാൻ വയ്യാത്ത കേസാണെങ്കിൽ ഞാൻ വെറുതെ കൊടുത്തേക്കും രൂപ. തിരിച്ചു തരണ്ട, മുതലും വേണ്ട, പലിശയും വേണ്ട. പണം കടം കൊടുത്താൽ തിരിച്ചു വാങ്ങാനും കുഞ്ഞുമോൻ അറിയാം. കുഞ്ഞുമോൻ മുഖം മുഴിഞ്ഞ് കാശ് ചോദിച്ചാൽ പിന്നെ ആത്മാഭിമാനമുള്ള ആർക്കും മടക്കി കൊടുക്കാതിരിക്കാനാവില്ല. അല്ലെങ്കിൽ തന്നെ കുഞ്ഞുമോൻ്റെ തണ്ടും തടിയും കണ്ടാൽ ആരും കൊടുത്തു പോകും. സെൽഫ് മെയ്ഡ് എന്നാണ് കുഞ്ഞുമോൻ തന്നെത്താൻ പറയാറ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തെണീറ്റവനാണ് കുഞ്ഞുമോൻ. 24 വയസ്സേ ആയിട്ടുള്ളൂ. പുൽപ്പള്ളിയിൽ കുഞ്ഞുമോന് പലതരം ചിട്ടികളുണ്ട്. മാസപ്പിരിവും ദിവസപ്പിരിവുമുണ്ട്. ജയൻ വിവാഹിതനാണ്, ഒരു കുട്ടിയുമുണ്ട്. കാർഷിക വൃത്തിയാണ് തൊഴിൽ. അടയ്ക്കയും കുരുമുളകും കാപ്പിയും വിളയുന്ന 20 ഏക്കർ പുരയിടവുമുണ്ട് ജയന് പുൽപ്പള്ളിയിൽ. 20-ാം വയസ്സിൽ കല്യാണം കഴിച്ച ജയൻ അതേപ്പറ്റി പറയാറ് നല്ല പ്രായത്തിൽ കാര്യം നടത്തിയെന്നാണ്. ജിമ്മിച്ചൻ പുൽപ്പള്ളിയിലെ സാമാന്യം ധനികനായ ഒരു പ്ലാന്ററുടെ മകനാണ്. സ്വന്തം കാറും ഇഷ്ടം പോലെ പണവും. ഒരേ ക്ലാസ്സുകളിൽ സഹപാഠികളായിരുന്നവരാണ് 3 പേരും. അന്ന് തുടങ്ങിയ സൗഹൃദം ഇന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ തുടരുന്നു. ഗ്ലാസ്സിലെ ബിയർ ഒറ്റ വലിക്ക് അകത്താക്കിയിട്ട് ജയൻ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി. ഞാൻ അടുത്തയാഴ്ച പാലായ്ക്ക് പോവുകയാ, ഒരാഴ്ച കഴിഞ്ഞേ വരൂ, ജയൻ പറഞ്ഞു. പാലായിൽ എന്താ വിശേഷം? കുഞ്ഞുമോൻ ചോദിച്ചു. പാലായിലല്ലേടാ എൻ്റെ ഭാര്യ വീട്, അങ്ങോട്ട് പോവുകയാണെന്നാ പറഞ്ഞേ. അവിടെ പോയി ഒരാഴ്ച അട്ടിപ്പേറ് കിടക്കേണ്ട കാര്യം എന്താന്നാ ഞാൻ ചോദിച്ചേ. കുറേ നാളായിട്ട് അവൾ പറയുന്നു ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കണമെന്ന്. പോരെങ്കിൽ ഇപ്പോൾ ഗർഭിണിയുമാണല്ലോ. ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേക്കാമെന്ന് വെച്ചു. അതിന് നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നേ? ഇവിടുത്തെ ചെലവ് ലാഭിക്കാനോ? അടുത്തയാഴ്ച അവിടുത്തെ പള്ളിപ്പെരുന്നാളാ. ഇത്തവണ അതൊന്ന് കൂടണം. കാലം ഇത്രയുമായിട്ടും ഭാര്യ വീട്ടിൽ 4 ദിവസം താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇത്തവണ ആ കണക്ക് തീർക്കുകയാണ്. ജയൻ അടുത്ത ബിയർ കുപ്പിയും പൊട്ടിച്ചു. ഞങ്ങളുടെ കാര്യം എങ്ങനെയാ? നീ അവിടെ ചെന്ന അമ്മായിയമ്മയുടെ സൽക്കാരമൊക്കെ സ്വീകരിച്ച് സുഖമായിട്ട് കഴിയുമ്പോൾ ഞങ്ങളിവിടെ തേരാപ്പാര നടക്കണോ? കുഞ്ഞുമോൻ ചോദിച്ചു. എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങളും കൂടെ പാലാക്കി പോര്. അവിടൊക്കെ ഒന്ന് കറങ്ങി പെരുന്നാളൊക്കെ കൂടിയിട്ട് തിരിച്ചിങ്ങ് പോരാം, ജയൻ പറഞ്ഞു. അത് ശരിയാവില്ല. എൻ്റെ ബ്ലേഡ് കമ്പനി ഒരാഴ്ച അടച്ചു പൂട്ടിയിടാനൊന്നും പറ്റില്ല. കുഞ്ഞുമോൻ നാട്ടുകാരെ പറ്റിച്ച് മുങ്ങിയതാണെന്ന് ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കും. നിങ്ങളവിടെ ഒരാഴ്ച താമസിക്കേണ്ട, 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോര്. ഞാനും കുടുംബവും ഏതായാലും ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ. എങ്ങനാടാ ജിമ്മിച്ച, ഇവൻ്റെ കൂടെ നമ്മളും പോണോ പാലായ്ക്ക്? കുഞ്ഞുമോൻ ചോദിച്ചു. എനിക്ക് പണ്ടേയുള്ളൊരാഗ്രഹമാണ് അവിടൊക്കെ ഒന്ന് പോകണമെന്ന്. എൻ്റെ വല്യപ്പച്ചൻ്റെ സ്വന്തം നാടല്ലേ അത്. ഏതു പാലായോ? പാലായിന്ന് വിറ്റുപെറുക്കി മലബാറിൽ കുടിയേറിയതാ വല്യപ്പച്ചൻ ഒരുപാട് വർഷം മുമ്പ്. കടുവാപ്പാപ്പൻ്റെ കാര്യമാണോ നീ പറയുന്നേ? കുഞ്ഞുമോൻ പുരുകം ചുളിച്ചു. അതേടാ, ഞങ്ങൾ പാലാക്കാരാ. എന്നാൽ പിന്നെ നിനക്കും കാണുമല്ലോ അവിടെ സ്വന്തക്കാരൊക്കെ. അതറിയില്ല, ഞങ്ങളാരും അങ്ങോട്ടെങ്ങും പോകാറില്ല. നാടുമായിട്ടൊരു സമ്പർക്കവുമില്ല. അവിടുന്ന് പോന്നേ പിന്നെ കടുവാപ്പാപ്പനും പോയിട്ടില്ലേ നാട്ടിൽ? ഇല്ല, ഞാൻ പലവട്ടം നിർബന്ധിച്ചതാ നാട്ടിലൊക്കെ ഒന്ന് പോയി വരാമെന്ന്. പക്ഷേ വല്യപ്പച്ചൻ അന്നേരം എന്തെങ്കിലും ഒഴികഴിവ് പറയും. ഞങ്ങൾക്കിപ്പോൾ അവിടെ ആരുമില്ലെന്നാ പറച്ചിൽ. അപ്പം നീ ഇതിനു മുമ്പ് നിൻ്റെ നാട്ടിൽ പോയിട്ടില്ല? കുഞ്ഞുമോൻ ചോദിച്ചു. ഇല്ല. എന്നാൽ ഇത്തവണ നമുക്ക് ജയൻ്റെ കൂടെ പോയാലോ? ഒരു പ്ലഷർ ട്രിപ്പ്. വല്യപ്പച്ചൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും നീയൊന്ന് ചോദിച്ച് നോക്ക് ജിമ്മിച്ച, നമുക്ക് അടിപൊളിയായിട്ട് പോയി വരാം.
നോക്കട്ടെ, ജിമ്മിച്ചൻ ആലോചനയോടെ പറഞ്ഞു. ഒരു കാര്യം, നമ്മൾ പാലായി ചെന്നാൽ എവിടെ താമസിക്കും? ജയന് ഭാര്യ വീടുണ്ട്, നമുക്കോ? എൻ്റെ ഭാര്യ വീട്ടിൽ താമസിക്കാമെടാ, നിങ്ങൾക്കും. അത് കൊള്ളാം. എത്ര പേര് ചെന്നാലും അവർക്ക് സന്തോഷമാണ്. സന്തോഷമൊക്കെ ഒറ്റ ദിവസത്തേക്കല്ലേ കാണൂ. ഒരാഴ്ച നിന്നെ തന്നെ സഹിക്കാൻ അവർക്ക് പറ്റിയെന്ന് വരില്ല. പിന്നെയല്ലേ അന്യരായ ഞങ്ങളെ, കുഞ്ഞുമോൻ പറഞ്ഞു. അവർ നല്ല മനുഷ്യരാണ്, നമ്മൾ കരുതുന്ന പോലെ ഒന്നുമല്ല. ജയൻ വിശദീകരിച്ചു. നല്ല മനുഷ്യരുടെ മനസ്സ് നമ്മൾ ചെന്ന് ചീത്തയാക്കണമെന്നാണ് എൻ്റെ ചോദ്യം. കുഞ്ഞുമോനെ, നമുക്കൊരു കാര്യം ചെയ്യാം. പാലായിലെ വല്ല ഹോട്ടലിലും താമസിക്കാം നമുക്ക്. ഇവൻ ഭാര്യ വീട്ടിലും കഴിയട്ടെ. ജിമ്മിച്ചൻ ഒരു ഭേദഗതി നിർദ്ദേശിച്ചു. അങ്ങനാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ പോരണ്ട. നിങ്ങൾ ഹോട്ടലിൽ താമസിച്ചിട്ട് വേണം അവരെല്ലാം കൂടി എൻ്റെ മെക്കിട്ട് കയറാൻ, ജയൻ പറഞ്ഞു. ഏതായാലും ഞാൻ വല്യപ്പച്ചനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. സമ്മതിച്ചാൽ നമുക്കെല്ലാവർക്കും കൂടി എൻ്റെ കാറിലങ്ങ് പോകാം. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ, ജിമ്മിച്ചൻ പറഞ്ഞു. അന്ന് രാത്രി തന്നെ ജിമ്മിച്ചൻ അനുവാദം ചോദിക്കാനായി വല്യപ്പച്ചൻ്റെ മുറിയിലെത്തി. പാപ്പൻ എന്നാണ് വല്യപ്പച്ചൻ്റെ പേര്. സ്വഭാവം കൊണ്ട ആളുകൾ കടുവാ പാപ്പൻ എന്നാണ് രഹസ്യമായി വിളിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ കടുവയാണെങ്കിലും പാപ്പച്ചൻ ജിമ്മിച്ചൻ്റെ മുമ്പിൽ കുഞ്ഞാടാണ്. ജിമ്മിച്ചനോട് വലിയ സ്നേഹവും വാത്സല്യവുമാണ് അയാൾക്ക്. കഴുത്തിനു ചുറ്റും മഫ്ലർ പുതച്ച് വലിയൊരു കെട്ട് ചുരുട്ടും വലിച്ച് മുറിയിലൂടെ നടക്കുകയായിരുന്ന കടുവാ പാപ്പൻ ചോദ്യഭാവത്തിൽ കൊച്ചുമകനെ നോക്കി. എന്താടാ വല്യപ്പച്ച, നമ്മുടെ നാട് എവിടെയാണെന്നാ പറഞ്ഞത്? എന്തിനാ അപ്പോൾ അതറിയുന്നേ? ആരെങ്കിലും ചോദിച്ചാൽ പറയണ്ടേ? പറയണ്ട. നമുക്ക് നമ്മുടെ നാടിനെക്കുറിച്ച് ഒരു അഭിമാനമില്ലേ വല്യപ്പച്ച? അവിടെ നമുക്ക് അഭിമാനിക്കാനായിട്ട് ഒന്നുമില്ല. 6 അടി ഉയരവും അതിന് തക്ക തടിയും കായബലവും ഉണ്ടായിരുന്ന കടുവാ പാപ്പൻ വാർദ്ധക്യത്തിലും താൻ പോരുമ നിലനിർത്തുന്നുണ്ട്. കായബലത്തിന് മാത്രമേ അല്പം ഇടിവുള്ളൂ. പാലായല്ലേ സ്ഥലം? കള്ളച്ചിരിയോടെ ജിമ്മിച്ചൻ ചോദിച്ചു. പിന്നെ എന്തിനാ ചോദിച്ചത്? ശരിക്കു പറഞ്ഞാൽ കളത്തൂക്കടവ് അല്ലേ? നിനക്കിപ്പോൾ എന്താടാ വേണ്ടത്? എന്തിനാ ഈ കൈമണികിലുക്കം? വല്യപ്പച്ച, ജിമ്മിച്ചൻ തല ചൊറിഞ്ഞു. നമ്മുടെ ജയൻ കുടുംബസമേതം പാലായ്ക്ക് പോവുക, അവിടുത്തെ പെരുന്നാൾ കൂടാൻ. കൂട്ടത്തിൽ കുഞ്ഞുമോനും പോകുന്നുണ്ട്. അവർ പോകട്ടെ. എനിക്കും ഒരാഗ്രഹം അവരുടെ കൂടെ പോയാലോ എന്ന്. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഞാൻ, നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് പോകാനും കാണാനും. പെട്ടെന്നിങ്ങ് വന്നേക്കാം ഞാൻ. വേണ്ട. അതെന്താ? അവിടെ നമുക്കാരുമില്ല. ഞാൻ ആരെയും കാണാൻ പോവുമല്ല, നാട് കാണണം. പോകണ്ടെന്ന് പറഞ്ഞില്ലേ? അവരുടെ കൂടെ പോകുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെങ്കിൽ വേണ്ട. നമുക്ക് 2 പേർക്കും കൂടി പോകാം വല്യപ്പച്ച. വല്യപ്പച്ചനും അവിടുന്ന് പോകുന്നതിൽ പിന്നെ തിരിച്ചു പോയിട്ടില്ലല്ലോ. നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? വേറൊന്നും പറയാനില്ല. നിനക്ക് വേറെ വല്ലയിടത്തും പോകണമെങ്കിൽ പൊയ്ക്കോ. ഊട്ടിയിലോ കൊടൈക്കനാലിലോ ബാംഗ്ലൂരോ എവിടെ വേണമെങ്കിൽ പൊയ്ക്കോ. ഞാൻ നമ്മുടെ നാട്ടിലൊന്ന് പോയാൽ എന്താ കുഴപ്പം? അത് ശരിയാവില്ലടാ. ഇതാ മനസ്സിലാക്കാത്തത്. വല്യപ്പച്ചൻ്റെ നാടിനോട് എന്താ ഇത്ര വിരോധം? എത്ര തവണയായിട്ട് ഞാൻ പറയുന്നു അവിടെ നിന്ന് പോകാമെന്ന്. പോവുകയുമില്ല, ബാക്കിയുള്ളവരെ വിടുകയുമില്ല. വല്യപ്പച്ചൻ എന്താ പണ്ട് അവിടെ വല്ല കൊലപാതകവും നടത്തിയിട്ട് ഒളിച്ചു കടന്നതാണോ മലബാറിലോട്ട്? കടുവാപ്പാപ്പനൊന്ന് നടുങ്ങി ഉലഞ്ഞു. നെഞ്ചിനൊരു വെട്ട് കിട്ടിയതുപോലെ തോന്നി. മുറിവേറ്റ ഹിംസ്ര മൃഗത്തെപ്പോലെ അയാൾ ജിമ്മിച്ചൻ്റെ നേർക്ക് തിരിഞ്ഞു. അയാളുടെ കത്തിക്കാളുന്ന മുഖവും ജ്വലിക്കുന്ന കണ്ണുകളും ജിമ്മിച്ചനെ അമ്പരപ്പിച്ചു. പോകാൻ അയാൾ ജിമ്മിച്ചൻ്റെ നേർക്ക് പുറംകൈ വീശി. ജിമ്മിച്ചൻ സാവധാനം പിന്നോക്കം നീങ്ങി. പിന്നെ വാതിൽ കടന്ന് വെട്ടി തിരിഞ്ഞു നടന്നു. മുൻപേ പൊയ്ക്കൊണ്ടിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബ്രേക്ക് ഇട്ടത് കണ്ട് അതിനെ ഓവർടേക്ക് ചെയ്യാൻ ഭാവിക്കുകയായിരുന്ന ജിമ്മിച്ചൻ സഡൻ ബ്രേക്ക് ഇട്ടു. കാറിലിരുന്നവർ മുന്നോട്ടാഞ്ഞുപോയി. പുഷ് ബാക്ക് സീറ്റിൽ ചാഞ്ഞു കിടന്ന കുഞ്ഞുമോൻ്റെ തല മുന്നിലെ ഗ്ലാസിൽ വന്നിടിക്കേണ്ടതായിരുന്നു. ഞാനിപ്പോൾ ചില്ലും പൊട്ടിച്ച് റോഡിൽ ചെന്ന് വീണനല്ലോടാ നിൻ്റെ ഒടുക്കത്തെ ബ്രേക്ക്, കുഞ്ഞുമോൻ ഒച്ച വെച്ചു. കുറേ മുമ്പിലായി എതിരെ വന്നുകൊണ്ടിരുന്ന വണ്ടികളും നിരനിരയായി നിർത്തിയിട്ടിരിക്കുകയാണ്. റോഡ് ബ്ലോക്കായെന്ന് തോന്നുന്നു. ജിമ്മിച്ചൻ ഡോറ് തുറന്നിറങ്ങി. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അവൻ സൂപ്പർ ഫാസ്റ്റിൻ്റെ അരികെ പറ്റി മുമ്പോട്ട് നടന്നു. കുഞ്ഞുമോനും പുറത്തിറങ്ങി. ജയനും ഭാര്യ സാലിയും കുഞ്ഞും കാറിനുള്ളിൽ തന്നെ ഇരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ജിമ്മിച്ചൻ തിരിച്ചു വന്നു. മുഖത്ത് വല്ലായ്മയും അരുതാത്തതെന്തോ കണ്ട നടുക്കവും. എന്താ ജിമ്മിച്ച, ബ്ലോക്കാണോ? വണ്ടി പോവൂലേ? ഒരു ആക്സിഡൻറ്റാ, ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ, ജിമ്മിച്ചൻ പറഞ്ഞു. വലിയ അപകടമാണോ? ജയൻ ചോദിച്ചു. ബൈക്കും ലോറിയും കൂട്ടിയിടിച്ചതാ, എല്ലായിടത്തും രക്തം. കുറേ മാംസകഷ്ണങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. ഒരു സ്ത്രീയും പുരുഷനുമാണെന്ന് ആളുകൾ പറയുന്നത് കേട്ടു. മതി, വിസ്തരിക്കണ്ട. സാലിയുടെ മുഖം ചുളിഞ്ഞു.
ജയൻ പുറത്തിറങ്ങി ഒരു സിഗരറ്റിന് തീ കൊളുത്തി. കുഞ്ഞുമോൻ സംഭവ സ്ഥലത്തേക്ക് പോയി. ഇനി എത്ര മണിക്കൂർ യാത്രയുണ്ട് നാട്ടിലെത്താൻ? ജിമ്മിച്ചൻ ചോദിച്ചു. 3-3.5 മണിക്കൂർ, ജയൻ പറഞ്ഞു. എന്തൊരു ഉഷ്ണം! സാരി കുഞ്ഞിനെയും കൊണ്ട് കാറിന് വെളിയിലിറങ്ങി. കൂടെ ജിമ്മിച്ചൻ്റെ പെങ്ങൾ ഷൈനിയും. എരിയുന്ന മധ്യാഹ്ന വെയിലിൽ കാറിൻ്റെ തകിട് ചുട്ടുപഴുത്തതുപോലെയായി. കുറേ കഴിഞ്ഞപ്പോൾ കുഞ്ഞുമോൻ എത്തി. പോലീസും ഫയർഫോഴ്സും വന്നിട്ടുണ്ട്. റോഡ് ബ്ലോക്ക് ഇപ്പം തന്നെ തീരും. പുറകിൽ കണ്ണെത്താ ദൂരത്തോളം വാഹനങ്ങളുടെ നിര കാണാമായിരുന്നു. പിന്നെയും 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് റോഡിലെ തടസ്സം നീങ്ങിയുള്ളൂ. കാർ നീങ്ങുമ്പോൾ ജയൻ ഭാര്യയോട് പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കണ്ട, കണ്ണടച്ചിരുന്നു. ചോരയും ചതഞ്ഞെരിഞ്ഞ മൃതദേഹങ്ങളും ഗർഭിണിയായ സാരിയെ വല്ലാതെ ഭയപ്പെടുത്തിയേക്കുമെന്ന് ജയൻ വിചാരിച്ചു. കോൺവോയ് പോലെ നീങ്ങിയ വാഹനനിരക്കിടയിൽ ജിമ്മിച്ചൻ്റെ ചുവന്ന മാരുതി സാവധാനം പോയിക്കൊണ്ടിരുന്നു. ഈ പോക്ക് പോയാൽ രാത്രിയാവും അങ്ങെത്താൻ, ജയൻ പിറുപിറുത്തു. എടാ, വയനാട്ടിലും കോഴിക്കോട്ടും പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടാണോ നീ ഭൂമിയുടെ മറ്റേ അറ്റത്ത് പോയി പെണ്ണ് കെട്ടിയത്? വയനാട്ടിൽ കിടക്കുന്ന നിന്നോട് ആര് പറഞ്ഞു പാലായിൽ ചെന്ന് പെണ്ണ് കെട്ടാൻ? കുഞ്ഞുമോൻ ചോദിച്ചു. അതിപ്പോൾ കെട്ടാൻ തീരുമാനിച്ചു പോയതല്ലല്ലോ, ചുമ്മാ ഒരു പെണ്ണ് കാണൽ. ഇവളുടെ ദൈന്യം പിടിച്ച നിൽപ്പും നോട്ടവും കണ്ടപ്പോൾ സഹതാപം കൊണ്ട് സമ്മതിച്ചു പോയതല്ലേ. ഭാവിയിൽ ഇതുപോലത്തെ പാരകളൊക്കെ വരുമെന്ന് ആരറിഞ്ഞു? ജയൻ സാലിയെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് കുസൃതിയോടെ പറഞ്ഞു. വാസ്തവം, സാലി ചൊടിച്ചു. ഇങ്ങേരന്ന് ഇഷ്ടമല്ല പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പാലായിന്ന് വയനാട്ടിൽ പോയി മഞ്ഞുകൊള്ളേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പാലക്കാർ നല്ല ആമ്പിള്ളേരെ എങ്ങാനും കെട്ടി നാട്ടിൽ തന്നെ കൂടാമായിരുന്നു. ജയ, നീ ഇത് കേൾക്കണം. കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ടിളക്കി കുഞ്ഞുമോൻ കളിയാക്കി. എടാ, ഓരോരുത്തർക്കും ഓരോ തലയിലെഴുത്തുണ്ട്. വയനാട്ടിൽ ചെന്നൊരു രാജകുമാരിയെ പോലെ ജീവിക്കാനാണ് ഇവൾക്ക് വിധിച്ചത്, ജയൻ പറഞ്ഞു. ഉവ്വ്, രാജകുമാരി, സ്വയം പരിഹസിക്കുന്ന മട്ടിൽ സാലി പറഞ്ഞു. പാലാക്കടുത്ത് ഭരണങ്ങാനത്താണ് സാലിയുടെ വീട്. പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ജയൻ ഭാര്യ വീട്ടിലേക്ക് എഴുതിയിരുന്നു. തങ്ങളിങ്ങനെ 3-4 പേർ സംഘം ചേർന്നാണ് വരുന്നതെന്ന്. വരുന്ന ദിവസവും കൃത്യമായി അറിയിച്ചിരുന്നു. കാറ് പാലായിലെത്തിയപ്പോൾ 5 മണി കഴിഞ്ഞു. തൻ്റെ പിതാമഹന്മാരുടെ നാട് ജിമ്മിച്ചൻ കോരിത്തെരിപ്പോടെ ഓർമ്മിച്ചു. ദീർഘകാല പ്രവാസത്തിന് ശേഷം പിറന്ന മണ്ണിൽ തിരിച്ചെത്തിയതുപോലെ ഒരു അനുഭൂതി. ശത്രുക്കളോട് പൊരുതിത്തോറ്റ് ഇട്ടെറിഞ്ഞു പോകേണ്ടി വന്ന സാമ്രാജ്യത്തിലേക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുന്ന രാജകുമാരനെ പോലെ. ഇവിടെ ഈ റബ്ബർ തോട്ടങ്ങൾക്കിടയിലെ ഏതോ ഒരു ഭവനത്തിലാണ് താനും ജനിച്ചു വളരേണ്ടിയിരുന്നത്. റബ്ബർ കാടുകൾ വകഞ്ഞു മാറ്റിപ്പോകുന്ന റോഡിലൂടെ കാർ കുതിച്ചു പാഞ്ഞു. ഇനി നീ മരണപ്പാച്ചിലൊന്നും പായണ്ട, 5-6 കിലോമീറ്ററേ ഉള്ളൂ, ജയൻ പറഞ്ഞു. എനിക്ക് ആകപ്പാടെ ഒരു വല്ലായ്മ, കുഞ്ഞുമോൻ പറഞ്ഞു. ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു അന്യ വീട്ടിലേക്ക് നമ്മൾ താമസത്തിന് ചെല്ലുമ്പോൾ അവർക്ക് എന്ത് തോന്നുമോ? അവരെങ്ങനെയായിരിക്കും നമ്മളെ സ്വീകരിക്കുക? ഒലക്കയും പത്തലും എടുത്താൽ സ്വീകരിക്കും. പാലക്കാരല്ലേ, ജയൻ ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്ക് നിന്റെ ഭാര്യ വീട്ടിൽ കിട്ടാറുള്ള സ്വീകരണത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, കുഞ്ഞുമോൻ പരിഹസിച്ചു. അന്യ വീടെന്ന് പറഞ്ഞത് മോശമായിപ്പോയി കുഞ്ഞുമോനെ. ഒന്നുമല്ലെങ്കിൽ എൻ്റെ വീടല്ലേ, എൻ്റെ വീട്ടുകാരല്ലേ, സാരി പരിഭവിച്ചു. അതാ പേടി, കുഞ്ഞുമോൻ പറഞ്ഞു. ജയനെയും കുട്ടി ഞങ്ങൾ നാഴി വെള്ളം കുടിച്ചിട്ട് വന്നാലത്തെ സാരിയുടെ വിശ്വരൂപം ഞങ്ങളും കാണാറുള്ളതല്ലേ. ഇയാളുടെ അപ്പനും അമ്മയും കൂടപ്പുറപ്പുകളും മറിച്ചാകാൻ വഴിയില്ലല്ലോ, എല്ലാം ഒരു പടലയല്ലേ. അത് ശരി, അപ്പോൾ എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് ഇതാണല്ലേ. ശരി, അങ്ങോട്ട് ചെല്ലട്ടെ. ചതിക്കല്ലേ സാരി. വയനാട്ടിൽ നമ്മൾ ചക്കരയും തേങ്ങയും പോലെയാണെന്നൊന്നും സാരിയുടെ വീട്ടുകാർക്ക് അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞതാ. എനിക്ക് ഈ വക ടെൻഷൻ വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. സാലിയും ജയനും ക്ഷണിച്ചിട്ടല്ലേ നമ്മൾ ചെല്ലുന്നത്. സ്വീകരണം മോശമാണെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ 2 പേരെ 4 ചീത്ത പറയുന്നു. അങ്ങ് വയനാട്ടിലോട്ട് വന്നേക്ക്, കണ്ടോളാമയുടെ ചെറ്റേ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോരുന്നു. പാലായി പോയി നല്ല ഒന്നാന്തര ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നു. എങ്ങനെയുണ്ട്? ജിമ്മിച്ചൻ ഞെളിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. കാർ ഭരണങ്ങാനം ടൗൺ കഴിഞ്ഞപ്പോൾ ജയൻ പറഞ്ഞു, വലത്തോട്ട്. കാർ വലത്തോട്ട് തിരിഞ്ഞു. ഈ പെണ്ണിതെന്തൊരു ഉറക്കമാ, വഴിനീളെ ഉറങ്ങിയതുപോലെ. ഷൈനി, ഷൈനി. സാരി ഷൈനിയെ കുലുക്കി ഉണർത്തി. ഇനി ഇടത്തോട്ട്, വീടെത്തിക്കഴിഞ്ഞു. ജയൻ റബ്ബർ തോട്ടത്തിന് നടുവിലൂടെയുള്ള ചരൽപാത കാട്ടിക്കൊടുത്തു. തോട്ടത്തിനുള്ളിലേക്ക് കടന്നപ്പോൾ ഇരുട്ട് വ്യാപിച്ചതുപോലെ തോന്നി. ഒരു കാര്യം പറഞ്ഞേക്കാൻ ജിമ്മിച്ച, ഞങ്ങളൊക്കെ ഇടത്തരക്കാരാ. നിങ്ങളെപ്പോലെ വലിയ ബംഗ്ലാവൊന്നും ഇല്ല ഞങ്ങൾക്ക്, സാരി മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു. ഇതൊക്കെ ഇപ്പോഴാണ് പറയുന്നേ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കുഞ്ഞുമോനും വരുമായിരുന്നോ? ബംഗ്ലാവില്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിക്കുകയില്ല, ജിമ്മിച്ചൻ പറഞ്ഞു.
തുറന്നുകിടന്ന ഗേറ്റിലൂടെ കാർ പഴയ പോർട്ടിക്കോ മാതൃകയിൽ പണി കഴിപ്പിച്ച വീടിൻ്റെ മുറ്റത്തെത്തി നിന്നു. ജിമ്മിച്ചൻ ഡോർ തുറന്നിറങ്ങി. ആരുമില്ലേ ഇവിടെ എന്ന മട്ടിൽ നോക്കി. ഒരിടത്ത് ജനാലവിരി അനങ്ങി. ഒരു മുഖം, അന്തിവെയിലിൻ്റെ പൊന്നണിഞ്ഞ ഒരു മുഖം, പൗർണമി ഉദിച്ചതുപോലെ വിടർന്നും തിളങ്ങിയ രണ്ട് മിഴികൾ, അവയിൽ നിന്നും രണ്ട് രശ്മികൾ പാഞ്ഞു വന്ന് ഹൃദയത്തെ തുളച്ചതുപോലെ. എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. അതേ സ്ഥാനത്ത് ജനാലവിരി മാത്രം. മുൻവാതിലിലൂടെ തിരക്കിട്ട് ഏതാനും പേർ ഓടിയിറങ്ങി വരുന്നുണ്ടായിരുന്നു. സാരിയുടെ ആങ്ങളയും അനുജത്തിയും അമ്മയും. നിങ്ങൾ എന്നാ ഇത്രയും താമസിച്ചേ? 4 മണിക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വഴി നോക്കിയിരിക്കുകയല്ലായിരുന്നോ? സാലിയുടെ അപ്പച്ചൻ ഇത്രയും നേരം നോക്കിയിരുന്നിട്ട് ഇപ്പം വഴിയിലോട്ട് ഇറങ്ങിയതേയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വരുന്നത് കണ്ടു കാണും. അമ്മ ജയനെയും കുഞ്ഞുമോനെയും ജിമ്മിച്ചനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ജിമ്മിച്ച, ഇതെൻ്റെ അമ്മ, കുഞ്ഞുഞ്ഞമ്മയെന്ന് എല്ലാവരും വിളിക്കും. ഇതെൻ്റെ ആങ്ങള ജോർജൂട്ടി, ഇതെൻ്റെ അനുജത്തി ലിൻസി. സാരി പരിചയപ്പെടുത്തി. ജോർജൂട്ടിയുടെയും ലിൻസിയുടെയും അപ്പച്ചൻ ഇവിടെ ഇല്ലേ? ജിമ്മിച്ചൻ കുഞ്ഞമ്മയോട് ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞത് വഴിയിലോട്ട് ഇറങ്ങിയെന്ന്. അത് സാരിയുടെ അപ്പച്ചനാണെന്നല്ലേ പറഞ്ഞത്? ജിമ്മിച്ച മോനെ, വന്നപ്പോഴേ കയറി വിലസല്ലേ? നിന്റെ നമ്പരൊക്കെ അവിടെ ഇരിക്കട്ടെ, ജയൻ താക്കീത് ചെയ്തു. കുഞ്ഞമ്മ മനസ്സിലാകാത്ത മട്ടിൽ നിന്നു. അല്ല, സാലിയുടെ അപ്പച്ചൻ എന്ന് പ്രത്യേകം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓരോരുത്തർക്കും പ്രത്യേകം അപ്പച്ചന്മാർ. നിർത്തടാ, ജയൻ അവൻ്റെ വായു പൊത്തി. അമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ ജിമ്മിച്ചൻ. വിളഞ്ഞ വിത്ത. ഇവൻ്റെ കയ്യിൽ നിന്ന് പോയ തല്ലുകൊള്ളിത്തരങ്ങളേയുള്ളൂ ഭൂമിയിൽ. ഇത് ജിമ്മിച്ചൻ്റെ പെങ്ങൾ ഷൈനി. ആ തടിയൻ്റെ പേരാണ് കുഞ്ഞുമോൻ. ബ്ലേഡാ, ഞാൻ എഴുതിയിരുന്നല്ലോ. നാട്ടുകാരുടെ പലിശയായി തടി മുഴുവൻ. ജയൻ്റെ പരിചയപ്പെടുത്തൽ കേട്ട് കുഞ്ഞമ്മയും ലിൻസിയും സാലിയും ചിരിച്ചു. ജയാ, കുഞ്ഞുമോൻ കനത്ത സ്വരത്തിൽ വിളിച്ചു. നീ എന്നെ വിളിച്ചു വരുത്തി അവമാനിക്കുകയാണല്ലേടാ? ഇതിനാണോടാ 400 മൈൽ അകലേന്ന് നീ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്? ഇല്ല, ഇത് ഞാൻ സഹിക്കില്ലടാ. ജിമ്മിച്ച, വണ്ടിയെടുക്ക്, നമുക്ക് തിരിച്ചു പോകാം. ഇനിയൊരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ. കുഞ്ഞുമോൻ ചെന്ന് ഡോർ തുറന്നു. കുഞ്ഞമ്മയും വീട്ടുകാരും വല്ലാതെ പരിഭ്രമിച്ച് ജയനെയും സാലിയെയും നോക്കി. രണ്ടുപേരും നിസ്സംഗരായി നിൽക്കുകയാണ്. പോകട്ടമ്മേ, ജയൻ കുഞ്ഞുഞ്ഞമ്മയെ സമാധാനിപ്പിച്ചു. അല്ലെങ്കിൽ ഇവനെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. കേട്ടോ ജിമ്മിച്ച ഇവൻ പറഞ്ഞത്? ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല, കുഞ്ഞുമോൻ തീർത്തു പറഞ്ഞു. ജിമ്മിച്ചൻ അരികെ ചെന്ന് കുഞ്ഞുമോൻ്റെ പുറത്ത് 2 അടിയടിച്ചു. പോട്ടളിയ, അവൻ ചെറ്റത്തരമേ പറയൂന്ന് നമുക്കറിയാലോ. സാലിയുടെ നല്ലവരായ വീട്ടുകാരെ ഓർത്ത് നമുക്ക് അവനോട് ക്ഷമിക്കാം. നീ പോയാൽ അതീ വീട്ടുകാർക്ക് അപമാനമാകും. കുഞ്ഞുമോനെ, പാലാക്കാർ തറവാടികളും അതിഥി സൽക്കാരപ്രിയരുമാണല്ലോ. ബൈബിൾ ശൈലിയിൽ ജിമ്മിച്ചൻ പറഞ്ഞു. ശരി, നീ പറഞ്ഞതുകൊണ്ട് മാത്രം. കുഞ്ഞുമോൻ ചെന്ന് ഡോറടിച്ചു. നമ്മളിങ്ങനെ മുറ്റത്ത് നിന്നാൽ പോരല്ലോ, അകത്തേക്ക് പ്രവേശിക്കണ്ടേ? കുഞ്ഞുമോൻ മുമ്പേ നടന്നു. അമ്മ ഇത് കണ്ടൊന്നും വിരളല്ലേ? ജയൻ അന്തം വിട്ടു നിന്ന കുഞ്ഞമ്മയോട് പറഞ്ഞു. വിരട്ടിൻ്റെ ആശാന്മാരാ രണ്ടും. എല്ലാവരും വീടിനുള്ളിൽ കയറി. കുഞ്ഞമ്മ എല്ലാവർക്കും കാപ്പി കൊടുത്തു. കുശലം പറഞ്ഞിരിക്കുന്നതിനിടയിൽ ജിമ്മിച്ചൻ പുറത്തിറങ്ങി ഡിക്കി തുറന്ന് ലഗേജുകളെല്ലാം പെറുക്കി മുറിയിൽ കൊണ്ടുവന്ന് വെച്ചു. ജോർജൂട്ടി എന്തു ചെയ്യുന്നു? കുഞ്ഞുമോൻ കാപ്പി കുടിക്കുന്നതിനിടയിൽ ചോദിച്ചു. ഡിഗ്രി കഴിഞ്ഞു, വെറുതെ ഇങ്ങനെ വീട്ടിൽ. ജോർജൂട്ടി ജാള്യതയോടെ പറഞ്ഞു. പുര നിറഞ്ഞു നിൽക്കുന്നെന്ന് പറ, ജിമ്മിച്ചൻ കൂട്ടിച്ചേർത്തു. അതിവള്. സാലി അനുജത്തി ലിൻസിയെ തൊട്ടു കാണിച്ചു. പോ ചേച്ചി അവിടുന്ന്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക പ്രീ ഡിഗ്രിക്ക്, ലിൻസി പറഞ്ഞു. ഷൈനിയോ? കുഞ്ഞമ്മ ചോദിച്ചു. ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഷൈനി പ്രതിവചിച്ചു. എനിക്കാകെ കൂടി ആണും പെണ്ണുമായിട്ട് ഒരൊറ്റ കൂടപ്പുറപ്പാ, ജിമ്മിച്ചൻ പറഞ്ഞു. അതാണിത്. ഞാൻ എവിടെ പോയാലും നിഴല് പോലെ കാണും പിറകിൽ. ചെന്നു കഴിഞ്ഞാലോ എൻ്റെ മുമ്പിൽ കയറി ഞെളിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അവളാണ് എന്നെ കൂടി കൊണ്ടു നടക്കുന്നതെന്ന മട്ടിൽ. ഇങ്ങോട്ട് പോന്നപ്പോഴും ഞാൻ പരമാവധി ഒഴിവാക്കാൻ നോക്കിയതാ. പക്ഷെ ബാധ ഒന്ന് ഒഴിയണ്ടേ? കരച്ചിൽ, പിഴിച്ചിൽ, പല്ലുകടി, മുറുമുറുപ്പ്, നിരാഹാരം, ഗത്യന്തരമില്ലാതായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരന്യ വീട്ടിലോട്ട് കുടുംബം ഒന്നടങ്കം കയറി ചെല്ലുന്നത് മോശമല്ലേ എന്നൊക്കെ ഞാനിവളോട് പറഞ്ഞതാ. അതിനെന്താ, ഞങ്ങൾക്ക് ഷൈനിയെ കൂടി ഒന്ന് കാണാൻ പറ്റിയല്ലോ. കുഞ്ഞമ്മ ഷൈനിയുടെ തോളിൽ വാത്സല്യത്തോടെ തലോടി. അധികം അടുക്കണ്ട, പറഞ്ഞേക്കാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. ഉറപ്പാ. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? കുറച്ചധികം തിന്നും, പിന്നെ വാചക കസർത്ത്, വേറെ ഒരു കുഴപ്പവുമില്ല. ഓ ജിമ്മിച്ചായ അവിടുന്ന്, കണ്ടമാനം കളിയാക്കല്ലേ. ഷൈനിക്ക് ചുണ്ടി വന്നു. കണ്ടല്ലോ, ഇങ്ങനെയാണ് തുടക്കം. ഇനി ഞാനൊന്നും പറയുന്നില്ല, നിർത്തി. ജിമ്മിച്ചൻ എഴുന്നേറ്റു. ഒന്ന് കുളിച്ചാൽ ഉഷാറായി. യാത്രാക്ഷീണം.
ജോർജ് കുട്ടി, നീ ആ കുളിമുറി എന്ന് കാണിച്ചു കൊടുക്ക്, ജയൻ നിർദ്ദേശിച്ചു. കുളിമുറിയെ കുളിക്കാനോ, അതോ പുഴയിലോ? ജോർജ് കുട്ടി ജിമ്മിച്ചനെ നോക്കി. പുഴയോ? ഏതു പുഴ? എവിടാ? മീനച്ചിലാറ്. ഇത്തിരി ദൂരമേ ഉള്ളൂ. നമ്മുടെ പറമ്പിൻ്റെ പുറകിലത്തെ അതിരാ മീനച്ചിലാറ്. കുളി പുഴയിൽ തന്നെ. ആഹാ, ഒന്ന് മുങ്ങിക്കുളിച്ചിട്ടാ എത്ര കാലമായി. ജിമ്മിച്ചന് ഉത്സാഹമായി. ഇവിടെ കുളിമുറിയിലെങ്ങാനും കുളിച്ചാൽ പോരേടാ? ജയൻ ചോദിച്ചു. പോരാ പോരാ, എനിക്ക് പുഴയിൽ ചാടി നീന്തി പതയ്ക്കണം, മുങ്ങാങ്കുഴി ഇടണം, തലകുത്തി മറിയണം. അതൊക്കെ നാളെ വേണമെങ്കിലും ആകാം. നാളെയും ആകാം, ഇന്ന് വേണമെങ്കിലും ആകാം. ഞാൻ ഇതാ റെഡി. യാതൊരു താമസവുമില്ല. നമുക്ക് പോകാം ജോർജ് കുട്ടി. തോർത്ത്, സോപ്പ്? ജോർജ് കുട്ടി ചോദിച്ചു. ഒന്നും വേണ്ട, എല്ലാം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ജിമ്മിച്ചൻ ഷോൾഡർ ബാഗിൽ നിന്ന് തോർത്തും സോപ്പും എടുത്തു. 4 പേരും കൂടി ആറ്റിലേക്ക് പോകാൻ ഇറങ്ങി. ജിമ്മിച്ചൻ പെട്ടെന്ന് നിന്നു. നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. അവനകത്തേക്ക് ഓടിക്കയറി. നേരെ അടുക്കളവാതിക്കൽ ചെന്നു. കുഞ്ഞമ്മയും ലിൻസിയും കൂടി കോഴിയെ ഡ്രസ്സ് ചെയ്യുകയാണ്. നേരത്തെ ജനാലയ്ക്കൽ കണ്ട മുഖം അവർക്കരികിൽ. കഷ്ടിച്ച് 18 വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി. പാവാടയും ബ്ലൗസുമാണ് വേഷം. മുഖം മാത്രമല്ല സുന്ദരം, അംഗപ്രത്യംഗം. തങ്ങൾ സ്വീകരണമുറിയിൽ സംസാരിച്ചിരുന്നപ്പോഴും പരിചയപ്പെട്ടപ്പോഴും ഇവൾ എവിടെയായിരുന്നു? ഇവൾ മാത്രം എന്തുകൊണ്ട് അടുത്തേക്ക് വരികയോ പരിചയപ്പെടുകയോ ചെയ്യാതെ അകന്നു നിന്നു? ഈ വീട്ടിലെ അംഗമല്ലേ ഈ പെൺകിടാവ്? കുഞ്ഞമ്മേ, തലയിൽ വയ്ക്കാൻ ഇത്തിരി വെളിച്ചെണ്ണ? ജിമ്മിച്ചൻ ചോദിച്ചു. കോഴിയെ വെട്ടിക്കൊണ്ടിരുന്നതിനാൽ കുഞ്ഞമ്മ എഴുന്നേറ്റില്ല. മോളെ, ആ എണ്ണക്കുപ്പി എടുത്തു കൊടുക്ക്. ജിമ്മിച്ചനെ കണ്ട് ഇതിനകം കതകിന് മറവിലേക്ക് പിൻവാങ്ങി കഴിഞ്ഞിരുന്ന പെൺകുട്ടിയോട് കുഞ്ഞമ്മ നിർദ്ദേശിച്ചു. പെൺകുട്ടി മടിച്ച് എണ്ണക്കുപ്പി എടുത്തുകൊണ്ട് വന്ന് ജിമ്മിച്ചൻ്റെ നേർക്ക് നീട്ടി. എൻ്റെ ഉള്ളം കൈയിലോട്ട് ഒഴിച്ചു തന്നാൽ മതി. അവൻ കൈനീട്ടി കാണിച്ചു. ലജ്ജയാൽ മുഖം കുനിച്ച് നിന്ന് അവൾ അവൻ്റെ കയ്യിലേക്ക് എണ്ണ പകർന്നു കൊടുത്തു. കണ്ണുകൾ അവളുടെ മുഖത്തായിരുന്നതിനാൽ കൈക്കുടന്ന നിറഞ്ഞത് അവൻ അറിഞ്ഞില്ല. വിരലുകൾക്കിടയിലൂടെ എണ്ണ ചോർന്നപ്പോൾ അവൾ നിർത്തി. അതേ, വെള്ളം മാറി കുളിക്കുമ്പോൾ ജലദോഷം പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പാതി അവളോടും ബാക്കി കുഞ്ഞമ്മയോടും എന്ന പോലെ പറഞ്ഞിട്ട് അവൻ എണ്ണ തലയിൽ പൊത്തി. ജയനും കുഞ്ഞുമോനും പുഴക്കടവിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. ജോർജ് കുട്ടി ജിമ്മിച്ചൻ വരാനായി കാത്തു നിൽപ്പുണ്ട്. എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് ജിമ്മിച്ചൻ ജോർജ് കുട്ടിയുടെ പിറകെ നടന്നു. റബ്ബർ തോട്ടത്തിൽ സന്ധ്യ ഇരുണ്ടതുപോലെ തോന്നിച്ചു. ആറ്റുതീരത്ത് എത്തിയപ്പോൾ നിറഞ്ഞ സന്ധ്യാപ്രകാശം, ആകാശത്തെ ചുവപ്പിൻ്റെ വെളിച്ചം. മേഘങ്ങൾ തീ പിടിച്ച പോലെ നിരന്നു കിടന്നു. ജയനും കുഞ്ഞുമോനും പുഴവക്കത്തിരുന്ന് സൊറ പറയുകയാണ്. കാപ്പിപ്പൂക്കളുടെ മണമുള്ള കാറ്റ് പുഴയോരം വഴി വീശുന്നു. വേനൽക്കാലമായതിനാൽ പുഴ നന്നേ ശോഷിച്ചിരിക്കുന്നു. മണൽപ്പരപ്പുകൾക്കിടയിലൂടെ ഒരു കൈത്തോട് പോലെ നീരൊഴുക്ക്, ഇടയ്ക്കിടെ ചെറിയ കയങ്ങളും. നീ എന്തിനാ തിരിച്ചു കയറിയത്? ജയൻ ജിമ്മിച്ചനോട് ചോദിച്ചു. എനിക്ക് തലയിൽ ഇത്തിരി എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. ജിമ്മിച്ചൻ അവർക്കരികിൽ മണൽപ്പരപ്പിലിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാൻ എന്ത് സുഖം, കുഞ്ഞുമോൻ പറഞ്ഞു. ജയ, എണ്ണയുടെ പര്യായങ്ങൾ എന്തൊക്കെയാ? ജിമ്മിച്ചൻ ചോദിച്ചു. നീ എന്താ മലയാളം വിദ്വാന് പഠിക്കുന്നോ? പര്യായവും വിപരീതവും ഒക്കെ ചോദിക്കാൻ പറ്റിയ നേരം വിട്ടുകളാം, വെറുതെ ചോദിച്ചതാ. ജിമ്മിച്ചൻ എഴുന്നേറ്റ് മണൽപ്പരപ്പുകളിലൂടെ നടന്നു. പിതാക്കന്മാരുടെ വാഗ്ദത്ത ഭൂമിയിൽ പുണ്യനദിയായ ജോർദാൻ്റെ കരയിൽ നിൽക്കുന്നത് പോലെ ഒരനുഭൂതി. അളിയ, വേഗം കുളിച്ചു കയറി, ഇപ്പം തന്നെ ഇരുട്ടും, ജോർജ് കുട്ടി പറഞ്ഞു. ആകാശത്ത് കാളമ വ്യാപിച്ചു തുടങ്ങിയിരുന്നു. പ്രകൃതി ഞെട്ടി കണ്ണടയ്ക്കും പോലെ ഭൂമിയിലെ പ്രകാശം മങ്ങിക്കൊണ്ടിരുന്നു. ജോർജ് കുട്ടി കയത്തിൽ ഇറങ്ങി നിന്നു. ഏറ്റവും ആഴമുള്ളിടത്ത് പോലും കഴുത്തറ്റം വെള്ളമേ ഉള്ളൂ. കണ്ണീർ പോലെ തെളിഞ്ഞ വെള്ളത്തിനടിയിൽ വെള്ളാരം കല്ലുകളും മണലും. ജിമ്മിച്ചൻ പാറപ്പുറത്തു നിന്ന് വേഷം മാറിയിട്ട് ഒരൊറ്റ കുതിപ്പ്. കയത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഓളമടിച്ച് കയറ്റിക്കൊണ്ട് അവൻ മുങ്ങിത്താണു. പിന്നെ ചലനമൊന്നുമില്ല. ഒരു കല്ല് താണുപോയതുപോലെ. ജോർജ് കുട്ടി പരിഭ്രമിച്ച് ജയനെ നോക്കി. ജയൻ കുഞ്ഞുമോനെയും. കുറേ അധികം നിമിഷങ്ങൾക്ക് ശേഷം കയത്തിൻ്റെ മറ്റൊരു കോണിൽ മെല്ലെ ഒരു തല പൊന്തി. ഒപ്പം തിമിംഗലത്തിൻ്റെ സീൽക്കാരം പോലെ വായുവിലേക്ക് പൂക്കുറ്റി കണക്കെ ജലഗണങ്ങൾ തെറിച്ചുപോയി. ജിമ്മിച്ചൻ വായിൽ വെള്ളമെടുത്ത് ആന തുമ്പിക്കൈയിൽ നിന്നെന്ന പോലെ ചീറ്റുകയായിരുന്നു. എടാ, മനുഷ്യനെ വെറുതെ പേടിപ്പിക്കല്ലേടാ, കുഞ്ഞുമോൻ വിളിച്ചു പറഞ്ഞു. ഇവിടെ എന്താ പേടിക്കാനുള്ളത്? കഴുത്തറ്റം വെള്ളമല്ലേയുള്ളൂ. പാറയ്ക്കടിയിൽ അള്ളുള്ളതാ. ശവം പോലും കിട്ടില്ല. മുട്ടൊപ്പം വെള്ളത്തിൽ മുങ്ങിയിട്ട് ഇതുവരെ പൊങ്ങാത്ത ചരിത്രവുമുണ്ട്, ജോർജ് കുട്ടി പറഞ്ഞു. മഴക്കാലത്തും വേനൽക്കാലത്തും ഓരോ ശവമെങ്കിലും വേണം മീനച്ചിലാറിന്. എൻ്റെ ശവം വേണമെങ്കിൽ എടുത്തോട്ടെ. ജിമ്മിച്ചൻ ജലപ്പരപ്പിന് മീതെ കൈകാലിട്ടടിച്ച്
നീന്തി പൊതിച്ചു. ഇരുട്ട് പരന്നു തുടങ്ങിയപ്പോൾ ജയനും കുഞ്ഞുമോനും മുങ്ങി കുളിച്ചു കയറി. ഇപ്പോൾ നാട്ടുവെളിച്ചമേയുള്ളൂ. റബ്ബർ തോട്ടത്തിലെല്ലാം കൂരിരുട്ട്. ജിമ്മിച്ചൻ ഇപ്പോഴും വെള്ളത്തിൽ തന്നെ. ഒന്ന് മതിയാക്കടാ, ജയൻ വിളിച്ചു പറഞ്ഞു. എനിക്ക് വെള്ളത്തിൽ നിന്ന് കയറാൻ തോന്നുന്നില്ല, ജിമ്മിച്ചൻ പറഞ്ഞു. കന്ന് കയം കണ്ട പോലെ എന്ന് കേട്ടിട്ടേയുള്ളൂ. ജിമ്മിച്ചൻ ഒരു വട്ടം കൂടി കയത്തിന് ചുറ്റും നീന്തി പതച്ചു. പിന്നെ അരയൊപ്പം വെള്ളത്തിൽ നിന്ന് തോർത്തൊഴിച്ച് പിഴിഞ്ഞ് തല തുവർത്താൻ തുടങ്ങി. ജയനും കുഞ്ഞുമോനും കുളി കഴിഞ്ഞ് മണൽപ്പരപ്പിൽ ചെന്നിരുന്ന് സിഗരറ്റ് വലിക്കുകയാണ്. ജോർജ് കുട്ടി പാറക്കെട്ടിന് മീതെ പോകാൻ തയ്യാറായി നിൽക്കുന്നു. ജിമ്മിച്ചൻ കരയ്ക്ക് കയറി ലുങ്കി എടുത്തുകൊടുത്തു. എന്നിട്ട് ജയനെ സമീപിച്ച് പതുക്കെ ചോദിച്ചു, എടാ, നിന്റെ ഭാര്യ വീട്ടിലൊരു സുന്ദരിയെ കണ്ടല്ലോ. ആരാ? എൻ്റെ ഭാര്യയായിരിക്കും. ജയൻ ചിരിച്ചു. പോടാ, നിന്റെ ഭാര്യ. ഞാനും ഒരു മിന്നായം പോലെ ഒന്ന് കണ്ടടാ, മുമ്പ് കണ്ടിട്ടില്ല, ജയൻ പറഞ്ഞു. എന്നിട്ട് അതാരാണെന്ന് നീ ചോദിച്ചില്ലേ? അയൽപക്കത്തെ വല്ല അസ്മാദിയുമായിരിക്കുമെന്ന് കരുതി. ഇപ്പോൾ പോയി കാണും. ജോർജ് കുട്ടിയോട് ചോദിച്ചാലോ? ചീപ്പ്. ആ സുന്ദരിയെ മാത്രം ആരും പരിചയപ്പെടുത്തിയില്ലല്ലോ. അവളാ എനിക്ക് സ്നേഹം തന്നത്. സ്നേഹമോ? എണ്ണ. ഓഹോ, അതാണ് നീ എണ്ണയുടെ പര്യായം ചോദിച്ചതല്ലേ? മോനെ, നല്ലൊരു കാറ്, നല്ലൊരു ശരീരം, രണ്ടും തല്ലി ചളുക്കിക്കൊണ്ട് പോകാൻ ഇടവരുത്തല്ലേ. ചേടാ, ഇതാ ഇപ്പം നന്നായത്. നിന്റെ വീട്ടിൽ കണ്ട ഒരു പെൺകുടി ഏതാണെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. വേണ്ടാത്തതൊന്നും ചോദിക്കാനും അറിയാനും പോകണ്ട മോനെ. നാട് കാണാനും പെരുന്നാൾ കൂടാനും വന്നവൻ അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കുഞ്ഞുമോൻ്റെ താക്കീത്. അടിയൻ കൽപ്പന പോലെ. ജിമ്മിച്ചൻ പഞ്ചപുച്ഛം മടക്കി ഓച്ചാനിച്ച് നിൽക്കുന്ന മട്ട് കാണിച്ചു. നിനക്കിത്തിരി വിളച്ചിൽ കൂടുന്നുണ്ട്. അറിയാത്തൊരു വീട്ടിൽ ചെന്നാൽ അടങ്ങി ഒതുങ്ങി നിന്നോളണം. ഉത്തരവ്. ഇത്തവണത്തേക്ക് മാപ്പാക്കിയിരിക്കുന്നു. കേട്ടില്ല, ഒന്നുകൂടി പറയാൻ തിരുവുള്ളമുണ്ടാകണം. ജിമ്മിച്ചൻ കുഞ്ഞുമോൻ്റെ അരികിലേക്ക് നീങ്ങി. മാപ്പാക്കിയെന്ന്. ജിമ്മിച്ചൻ കുഞ്ഞുമോൻ്റെ ചെവിക്കടുത്തേക്ക് കുനിഞ്ഞു. ഫ, ഇടിവെട്ടും പോലെ ഒരാട്ട്. മാപ്പാക്കാൻ നീ ആരടാ, കൊച്ചി രാജാവോ? ജയൻ്റെ പൊട്ടിച്ചിരി മുഴങ്ങി. കുഞ്ഞുമോനും പൊട്ടിച്ചിരിച്ചുപോയി. അല്ല, നിങ്ങളിതുവരെ കുളി കഴിഞ്ഞില്ലേ? ചോദ്യം കേട്ട് മൂവരും തിരിഞ്ഞു നോക്കി. ആറ്റുമാലിയിൽ മെഴുകുതിരിയും കൊളുത്തിപ്പിടിച്ചൊരു നിഴൽ രൂപം. ഉലയുന്ന നാളം അണയാതിരിക്കാൻ ചിരട്ട കൊണ്ട് മറച്ചു പിടിച്ചിട്ടുണ്ട്. ചാച്ചനാ, സാലിയുടെ അപ്പച്ചൻ, മൈ ഫാദറിൻലോ, ജയൻ ജിമ്മിച്ചൻ്റെ കാതിൽ പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞു ചോദിച്ചു, ചാച്ചൻ എപ്പോഴാ പീടികയെന്ന് വന്നത്? അരമണിക്കൂറായി. നിങ്ങളെ നോക്കിയിരുന്നു മടുത്തു. ഞങ്ങളിപ്പം വന്നേനെ, ജിമ്മിച്ചൻ പറഞ്ഞു. എടാ, ചാച്ചനോട് കയറി കൊളുത്തല്ലേ, മഹാമൊസടനാ. സോപ്പെടുക്കാൻ അവർക്ക് അടുത്തേക്ക് വന്ന ജോർജ് കുട്ടി ജയൻ പറഞ്ഞത് കേട്ടു. അളിയൻ്റെ ഈ അഭിപ്രായം ഞാൻ ഉടനെ തന്നെ ചാച്ചനെ അറിയിച്ചേക്കാം. വീട്ടിലോട്ട് ചെല്ലട്ടെ. നീ തന്നെയല്ലേടാ മോനെ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് നിൻ്റെ അപ്പൻ മൊസടനാണെന്ന്? ജയൻ ജോർജ് കുട്ടിയെ തുറച്ചു നോക്കി. ജോർജ് കുട്ടി ചൂളി. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ. ആറ്റുമാലിയിൽ നിന്ന് കുളത്തിനാൽ കൊച്ചേട്ടൻ, ജയൻ്റെ അമ്മായിയപ്പൻ അക്ഷമനായി പറഞ്ഞു. അയാൾ മെഴുകുതിരിയുമായി മുമ്പേ നടന്നു. മറ്റുള്ളവർ പിന്നാലെയും. വീട്ടിലെത്തിയ ശേഷം കൊച്ചേട്ടൻ ജിമ്മിച്ചനെയും കുഞ്ഞുമോനെയും ഷൈനിയെയും വിശദമായി പരിചയപ്പെട്ടു. കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. ജയനും കുഞ്ഞുമോനും ജോർജ് കുട്ടിയും ജിമ്മിച്ചനും സ്വീകരണമുറിയിൽ പുൽപ്പായ വിരിച്ചിട്ടിരുന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. മറ്റുള്ളവരെല്ലാം പ്രാർത്ഥനാമുറിയിലാണ്. പ്രാർത്ഥനാമുറിയിലിരുന്ന് പെൺകുട്ടികൾ പാട്ടുപാടി. പെൺകുട്ടികളുടെ സ്വരത്തിൽ നിന്ന് താൻ നേരത്തെ കണ്ട സുന്ദരിയുടെ ഈണം വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ജിമ്മിച്ചൻ. അവളുടെ സ്വരം മാധുര്യമൂർന്നതാണെന്ന് അവൻ സങ്കല്പിച്ചു. ഡോർ കർട്ടൻ അപ്പുറമായിരുന്നതിനാൽ അവളെ കാണാൻ കഴിഞ്ഞില്ല. ഗാനാലാപനത്തോടെ പ്രാർത്ഥന അവസാനിച്ചു. സ്വീകരണമുറിയിൽ എല്ലാവരും ഒത്തുകൂടി. ഇനി വിശേഷം പറച്ചിൽ, കുട്ടിയെ കളിപ്പിക്കൽ. ജയൻ്റെ കുട്ടി അനുമോൾ നേഴ്സറി പാട്ട് പാടി ഡാൻസ് ചെയ്തു. രാത്രി നമുക്ക് വേണമെങ്കിൽ വിളക്കുമീൻ പിടിക്കാൻ പോകാം, ജോർജ് കുട്ടി അഭിപ്രായപ്പെട്ടു. മീൻപിടുത്തം എനിക്ക് വലിയ കരമാ. ജിമ്മിച്ചന് താല്പര്യമായി. നിങ്ങളൊക്കെ ഇത്രയും യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ, ഇന്ന് സുഖമായി കിടന്നുറങ്ങ്. നാളെ രാത്രിയിൽ പോകാം, കൊച്ചേട്ടൻ പറഞ്ഞു. അടുക്കളയിൽ നിന്ന് കുഞ്ഞമ്മ വന്ന് വാതിൽക്കൽ എത്തി നോക്കി. ആരും ഉറങ്ങിയേക്കല്ലേ, അത്താഴം ഇപ്പം തരാം. കോഴിക്കറി വേകാഞ്ഞിട്ടാണോ താമസം? ജിമ്മിച്ചൻ ചോദിച്ചു. ഈ ജിമ്മിച്ചായൻ്റെ ഒരു കാര്യം. ഷൈനിക്ക് നാണമായി. കൊച്ചേട്ടാ, എനിക്കൊരു സംശയം, ജിമ്മിച്ചൻ പറഞ്ഞു. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പരിചയമില്ലാത്തവരെ കണ്ടാൽ ആരാ എന്താ എന്നൊക്കെ ചോദിക്കില്ലേ? എല്ലാ നാട്ടിലും അങ്ങനെയല്ലേ? അതെ, കൊച്ചേട്ടൻ തല കുലുക്കി. ചോദിക്കുന്നവരെ തല്ലുന്ന ഏർപ്പാട് എവിടാ ഉള്ളത്? ഒരിടത്തും കാണുകയില്ല. ദാ ഡോർ കർട്ടന് മറിഞ്ഞ് വാതിൽപ്പാളിയിൽ ചാരി നിൽക്കുന്ന പെൺകൊച്ച് ഏതാണെന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. ആരും പരിചയപ്പെടുത്താത്തത് കൊണ്ടാണ്. അന്നേരം ഇവന്മാരെല്ലാവരും കൂടി എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഇവിടുള്ളൊരു മീനച്ചിൽക്കാരാണ്, ഇവിടുത്തുകാരുടെ തല്ലിന് ചൂട് കൂടുതലാണ് എന്നൊക്കെ. ഇതെവിടുത്തെ മര്യാദയാ? നേരാണോടാ ജോർജ് കുട്ടി? കൊച്ചേട്ടൻ ചോദിച്ചു.
ഞാനൊന്നും പറഞ്ഞില്ല. അവൻ കൈ കഴുകി. ചാച്ചാ, ഞാനാ പറഞ്ഞത്. ജയൻ കേസ് ഏറ്റെടുത്തു. ഇവൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ആ പെങ്കൊച്ച് ഇവന് സ്നേഹം കൊടുത്തെന്ന്. വാതിലിൽ ചാരിയിരുന്ന പെൺകുട്ടിയുടെ മുഖം ചുവന്നു. കണ്ണുകളിൽ പരിഭ്രമം പിടഞ്ഞു. എല്ലാവരും അന്തം വിട്ട് ജിമ്മിച്ചനെ നോക്കി. അവൻ ചമ്മിപ്പോയിരുന്നു. പെട്ടെന്നൊരു സ്തബ്ധത. ജയൻ പൊട്ടിച്ചിരിച്ചു. ഇവന് തലയിൽ തേക്കാൻ എണ്ണ കൊടുത്ത കാര്യമാ. എണ്ണയുടെ പര്യായമാണത്രേ സ്നേഹം. സാലിയും ഷൈനിയും കുഞ്ഞമ്മയും എല്ലാം ചിരിച്ചു. പെൺകുട്ടിയുടെ മുഖത്തെ പരിഭ്രമം മാഞ്ഞു. അവളും പുഞ്ചിരി തൂകി. ഇവളുടെ പേര് ഷീബ. കൊച്ചേട്ടൻ പരിചയപ്പെടുത്തി. ഞങ്ങളുടെ ബന്ധക്കാരാ. എൻ്റെ ഭാര്യയുടെ അമ്മയുടെ അനുജത്തിയുടെ ഭർത്താവിൻ്റെ. ആരാടി കുഞ്ഞമ്മ ഇവള്? നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ, എനിക്ക് ശരിക്ക് കിട്ടുന്നില്ല. കൊച്ചേട്ടൻ കളിയാക്കുന്ന മട്ടിൽ ചിരിച്ചുകൊണ്ട് ഭാര്യയെ നോക്കി. അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല, മനഃപൂർവ്വമാ, കുഞ്ഞമ്മ പരിഭവിച്ചു. എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ നാത്തൂൻ്റെ മകളാ ഷീബമോള്. വേണ്ടുന്നവർ എഴുതിയെടുത്തോ, അല്ലെങ്കിൽ മറന്നുപോകും. കൊച്ചേട്ടൻ്റെ കമൻറ്റ്. അവളെ ഇനി കരയിക്കണം. കളിയാക്കി കുഞ്ഞമ്മ ശാസിച്ചു. പിന്നെ ഞാനങ്ങ് കരയാനിരിക്കുമല്ലേ? ആരേലും കളിയാക്കുന്നത് നോക്കി ഷീബ ചൊടിച്ചു. ഇപ്പോൾ ജിമ്മിച്ചൻ അവളെ കണ്ടു. ഏഴഴകുള്ള മുഖത്ത് ശുണ്ഠി നിറഞ്ഞിരിക്കുന്നത് കാണാൻ ഏറെ ഭംഗി. അവളുടെ ശബ്ദവും മാധുര്യമുള്ളത് തന്നെ. നിന്നെ കരയിപ്പിക്കാനൊക്കെ എനിക്കറിയാം, കൊച്ചേട്ടൻ ഷീബയെ ചൊടിപ്പിക്കാനായി പറഞ്ഞു. എന്നാൽ അതൊന്ന് കണ്ടിട്ടേയുള്ളൂ. കൊച്ചേട്ടൻ ജിമ്മിച്ചനെ നോക്കി. അല്ല ജിമ്മിച്ച, ഇനിയിപ്പം നമ്മുടെ ഷീബ എണ്ണയല്ല സ്നേഹം തന്നെയാണ് തന്നതെന്ന് കൂട്ടിക്കോ. എന്താ തരക്കേട്? നിനക്കിഷ്ടമാണെങ്കിൽ കൈപ്പറ്റി രസീതും കൊടുത്തേക്ക്. ഷീബയുടെ മുഖം ചുവന്നു തുടുത്തു. ലജ്ജാധിക്യത്താൽ കണ്ണ് നിറയുകയും ചെയ്തു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അടുത്ത മുറിയിലേക്ക് പോയി. കണ്ടോ, അവളെ കരയിപ്പിച്ചപ്പോൾ ഇതേനെ തൃപ്തിയായി. കുഞ്ഞമ്മ ദേഷ്യത്തോടെ ഭർത്താവിനെ നോക്കി. ജിമ്മിച്ചനും ആകെ ചമ്മിയിരിക്കുകയാണ്. ഞാൻ കളിയായിട്ട് പറഞ്ഞതാ കേട്ടോ ജിമ്മിച്ച. അല്ല, കാര്യമായിട്ടെടുത്താലും തെറ്റില്ല. ജിമ്മിച്ചൻ ചമ്മിയ ചിരിയോടെ പറഞ്ഞു. ഈ കൊച്ചേട്ടൻ ഭയങ്കര തമാശക്കാരനാ. ജയനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ജയൻ പറഞ്ഞത് ഞാനൊരു മൊശരാനാണെന്നല്ലേ? ജയൻ്റെ മുഖം വിളറി. സാലിയും ലിൻസിയും ഷൈനിയും ഉറക്കെ ചിരിച്ചു. അത് കലക്കി. കുഞ്ഞുമോൻ കൈയടിച്ചു. അമ്മായിപ്പൻ മരുമോനിട്ട് കൊട്ടുന്നത് കേൾക്കാൻ നല്ല സുഖമാണേ. ചാച്ചൻ്റെ ചെവി സമ്മതിച്ച് തന്നിരിക്കുന്നു. കേൾവിശക്തി കുറവാണെന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു അല്ലേ? ജയൻ വിളറിയ ചിരിയോടെ പറഞ്ഞു. ഇതിലും വലിയ അബദ്ധം വല്ലതും പറഞ്ഞിട്ടുണ്ടോടേ? കുഞ്ഞുമോൻ ചോദിച്ചു. നോവൽ വീണ്ടും നാളെ തുടരും.